ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വാസത്തിൽ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോയുടെ തേർഡ് പാർട്ടായിട്ടാണ് ഇന്നത്തെ നമ്മൾ വീഡിയോ എടുക്കുന്നത്. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ലോങ്വിറ്റി ആൻഡ് ആൻറ്റി ഏജിങ്. അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക്കിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കുറച്ച് കാര്യമുണ്ട്. ഡയറ്റിനെ കുറിച്ച് പറഞ്ഞു, നമ്മൾ എക്സസൈസിനെ കുറിച്ച് പറഞ്ഞു, സ്ലീപ്പിനെ കുറിച്ച് പറഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രെസ് മാനേജ്മെന്റിനെ പറ്റിയിട്ടാണ്. നമുക്കുള്ള സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ഏജിനെ ഭയങ്കരമായിട്ട് വലിച്ചിങ്ങനെ പൊക്കിക്കൊണ്ടുപോകും. എന്നാൽ നമ്മുടെ മനസ്സും നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസും ഫിസിക്കൽ ഹെൽത്തും ഒക്കെ നമ്മളൊന്ന് ബാലൻസ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോവാണെങ്കിൽ ഈ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. അതൊരിക്കലും നമ്മുടെ ശരീരത്തിനെയോ മനസ്സിനെയോ അഫക്റ്റ് ചെയ്യത്തില്ല. അപ്പൊ അങ്ങനെ നിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നതല്ല. സ്ട്രെസ് അധികം ഉള്ളവര് മാക്സിമം സ്ട്രെസ് ഇല്ലാണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ചിലർക്ക് സ്ട്രെസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക, നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അങ്ങനെയുള്ളവർക്ക് ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഷെയർ ചെയ്യാം. അവർ നിങ്ങൾക്ക് ഈ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാനായിട്ടുള്ള എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരികയും അത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുകയും നിങ്ങൾക്ക് സ്ട്രെസ്സോ ഡിപ്രഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഇനി മറ്റൊന്നാണ് വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. യോഗ ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം. നമ്മൾ ഈ സ്ട്രെസ് ഉള്ളവർക്ക് ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ ഫോഴ്സ്ഫുള്ളി യോഗയും മെഡിറ്റേഷനും ഒക്കെ ഡെയിലി ബേസിസിൽ കൊണ്ടുവരിക. പിന്നെ മറ്റൊന്നാണ് സോഷ്യൽ ഗ്രൂപ്പുകളിലൊക്കെ ഇൻവോൾവ് ആവുക. എന്ത് കാര്യമാണോ ചെയ്യാൻ ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ഹോബീസിലൊക്കെ കൂടുതൽ ഇൻവോൾവ് ആവുക. പരമാവധി ഒറ്റയ്ക്ക് ഇരിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്ട്രെസ്സിനെ ഒരു പരിധി വരെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ അടുത്ത പോയിന്റ് ആണ് സോഷ്യൽ കണക്ഷൻസ്. അതായത് നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരുപാട് ആൾക്കാരുണ്ടല്ലേ. അങ്ങനെ ലോൺലിനെസ് അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഒരു സ്ട്രെസ് ഫാക്ടറും അതുപോലെ തന്നെ ഒരു ഡിപ്രഷനും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്കും ഏജിങ് ഉണ്ടാവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അടുത്ത പോയിന്റ് ആണ് സ്കിൻ കെയർ. അതായത് നമുക്കറിയാം നമ്മുടെ ഇപ്പം അൾട്രാ വയലറ്റ് റേസ് ഒക്കെ വന്നിട്ട് ഒരുപാട് നമ്മുടെ സ്കിന്നിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ എല്ലാവരും എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മൾ SPF ഒക്കെ ഉള്ള നല്ലൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക, പ്രോപ്പറായിട്ടുള്ളൊരു സ്കിൻ കെയർ അല്ലെങ്കിൽ ഒരു സ്കിൻ റുട്ടീൻ ഡെയിലി ബേസിസിൽ ഫോളോ ചെയ്യാന്നുള്ളത്. ബോഡി നല്ല ഹൈഡ്രേറ്റ് ആക്കി വെക്കാനായിട്ട് ധാരാളം വെള്ളം കുടിക്കുക. അങ്ങനെ നമ്മുടെ സ്കിന്നിനെയും പ്രൊട്ടക്ട് ചെയ്യുക. അങ്ങനെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ സ്കിൻ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടും ഗ്ലോ ആയിട്ട് ഇരിക്കും. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏജിങ് പ്രോസസ്സിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അടുത്തതാണ് ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് എന്താണോ പഠിക്കാൻ ഇഷ്ടമുള്ളത് അതിനെക്കുറിച്ച് കൂടുതൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ നമ്മുടെ ബ്രെയിനിനെ ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ബ്രെയിൻ ഒരു ആക്ടിവിറ്റി കൊടുത്തുകൊണ്ടിരിക്കും തോറും നമ്മുടെ ഏജിങ് പ്രോസസ്സിനെ നമുക്ക് സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് പറ്റും. അടുത്തതാണ് റെഗുലർ ഹെൽത്ത് ചെക്കപ്പ്. ഇത് എല്ലാവരും ചെയ്യണം. കാര്യം ഒരു 30 കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുക? ഇയർലി വൺസ് അല്ലെങ്കിൽ 6 months വൺസ് എങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഹോസ്പിറ്റലിൽ പോയി റുട്ടീൻ ആയിട്ടുള്ള ബ്ലഡ് ചെക്കുകളൊക്കെ ചെയ്യുക. എന്തിനാ ഞാൻ ഹെൽത്തി ആണല്ലോ, എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, എന്തിനാ ചെക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ നമ്മുടെ സൊസൈറ്റിയിലുള്ള അസുഖങ്ങളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിത് കണ്ടുപിടിച്ച് ചെല്ലുമ്പോൾ എൻ സ്റ്റേജ് ആണ് അല്ലെ പ്രോഗ്രസീവ് സ്റ്റേജ് ആണ്, ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് കേൾക്കുമ്പോൾ നമ്മളിത് മുന്നേ അറിഞ്ഞിരുന്നു എങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു എന്നൊരു തോന്നലുണ്ട് അല്ലേ. ഹെൽത്ത് ചെക്കപ്പുകൾ നടത്തുന്നത് വഴി നമുക്ക് ഇതിനെ നേരത്തെ തന്നെ അസുഖങ്ങളെ കണ്ടുപിടിക്കാനും പ്രിവെന്റീവ് മെഷേഴ്സ് ഒക്കെ എടുക്കാനായിട്ടും പറ്റും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയാനായിട്ട്. എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.